ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ പാവയ്ക്ക തോരനാണ് വെക്കുന്നത്. അതിൽ ലഞ്ച് പാക്ക് ചെയ്യുന്നതും കാണിക്കാനായിട്ട് ചെറിയ പാവയ്ക്ക, ഒരു വലിയ സവാള ചെറുതായിട്ട് തോരൻ അരിഞ്ഞ് എരിയുള്ള 2 പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഡയറക്റ്റ് കുറച്ച് തേങ്ങ തിരിങ്ങി ചേർക്കുകയാണ്. തിരിങ്ങി അതിനകത്തോട്ട് ശകലം ചെറിയ ജീരകം, ഉപ്പ്, മഞ്ഞൾ, ശകലം മുളക് പൊടി ഇത്രയും ചേർത്ത് ഞാൻ നല്ലിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. ഇനി എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടി വറ്റൽമുളക് ഇട്ടു. അതിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച് നല്ലിട്ട് ഞെവിടി വെച്ചിരുന്നതാണ്. കറിവേപ്പില ഇല്ലായിരുന്നു, കറിവേപ്പിലയൊക്കെ ഞെരടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതാണ്. ഇനി ഇതിനകത്തോട്ട് ശകലം കൈവെള്ളം തെളിച്ചും കൂടെ ഞാനങ്ങ് ആവി കയറ്റി തോർത്തെടുത്ത് നമ്മുടെ തോരൻ റെഡിയായി. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈയും ആകത്തില്ല, അങ്ങനെ വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത് പാവയ്ക്ക എപ്പോഴും ശരീരത്തിന്. നമ്മൾ ചോറ് വിളമ്പാം. നമുക്ക് സ്പെഷ്യൽ സാമ്പാറാണ്. സാമ്പാറും പാവയ്ക്ക തോരനും പിന്നെ അച്ചാറുകളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് സാമ്പാർ വിളമ്പാം. 2 പേർക്കാണ് ലഞ്ച് ദിവസം പാക്ക് ചെയ്യുന്നത്. മോള് വേറെ ഒരു ഓഫീസിലും ഹസ്ബൻഡും ഇതിനു വേണ്ടിയാണ് ചോറ് വിളമ്പുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സാമ്പാറെല്ലാം വിളമ്പി. പാവയ്ക്കൊന്നും കുട്ടികൾ കൂട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ 2 ടൈപ്പ് ചെയ്യണം. ഞങ്ങൾക്ക് മുതിർന്നവർക്ക് പാവയ്ക്ക കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പാവയ്ക്കയൊക്കെ ഉണ്ടാക്കി കഴിക്കും. അവർക്ക് തനിയെ അന്നേരം ഉണ്ടാക്കണം. അത് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതുകൂടെ പാക്ക് ചെയ്യാം. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ലഞ്ചിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. കുട്ടികൾക്ക് ശരിയാവുമെന്ന് പറയുന്നില്ല. ചില കുഞ്ഞുങ്ങൾ കഴിക്കും, ചിലർ കഴിക്കില്ല. ഇനി അത് നമ്മൾ വട്ടത്തിലരിഞ്ഞ് ഉപ്പും മഞ്ഞളും മുളകും പുരട്ടി ഉണക്കി ഫ്രൈ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിക്കും. അങ്ങനെ പാവയ്ക്ക ഇവരെയൊക്കെ കൊണ്ട് കഴിപ്പിക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.